പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഹായ് ഡൂഡു, ഹായ് മിന്റു. പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇപ്പം കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ ലൈവില്. വരുവും പോവും ഒക്കെ ചെയ്തിരിക്കുവാണ്. പിന്നെ ഫുഡൊക്കെ ആയോ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞങ്ങള് ഫുഡൊന്നും കഴിച്ചില്ല. അച്ഛനും മക്കളും കൂടി ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് രണ്ടുപേരും പഠിക്കാനൊന്നും മാറിയില്ല കേട്ടോ. രണ്ടുപേരും കൂടെ ഇവിടെ അച്ചാശിയെ പിടിച്ച് ഇവിടെ ഇരുത്തി കളിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം വീഡിയോ എഡിറ്റ് ചെയ്ത് ഒരു ചെറിയ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം അത് കാരണം അടുത്ത ദിവസം അത് എഡിറ്റ് ചെയ്തിടാം കേട്ടോ. പിന്നെ വേറെ എന്നാ? 5-നും 10-നും ബസ് പറയണേ. എൻ്റെ ഇവിടെ ഒരു ഭയങ്കര കളിയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ ഇങ്ങനെയാണോ അച്ഛനും മക്കളും കൂടെ? നല്ല ബഹളമാണ്. ഞങ്ങളുടെ സ്പൈഡർമാനൊക്കെ ഇവിടെ ഇരുന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കത്തില്ലേ കൂട്ടുകാരും ഒക്കെ ആയിട്ട്. ഇപ്പം അങ്ങനെ നമ്മൾ പുറത്തൊന്നും പോയി അധികം കളിയില്ലെങ്കിലും നമ്മുടെ വീട്ടിലിങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇവർ കളിക്കാനൊക്കെ വെളിയിൽ പോകും. പിള്ളേർ ഇവിടെ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവൻ്റെ കൂട്ടുകാരന് ചെറിയൊരു ആക്സിഡൻ്റൊക്കെ പറ്റി. ആക്സിഡൻറ്റ് കാലയിൽ നിന്ന് കുപ്പിച്ചില് കൊണ്ട് കയറി. അപ്പം അത് കാരണം ആശാൻ ഇപ്പം അങ്ങനെ കളിക്കാൻ വെളിയിലോട്ടങ്ങും പോകുന്നില്ല. അത് അവന് ഈ കളിയൊന്നും അറിയത്തില്ല കേട്ടോ. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. എല്ലാരും ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. പ്രതീഷ് ഒക്കെ ഹായ്. അവര് ഭയങ്കര കളിയാണ്. ഞാൻ കുറച്ചു നേരം അവരുടെ കൂടെ ഒക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ഓർത്തെന്നാ ഒത്തിരി ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്നെന്നാ വീഡിയോ ഇടാന്ന് ഓർത്ത് ഒരു ലൈവ് വരാൻ കുറച്ച് നേരം ഇരുന്ന് എല്ലാവരുമായിട്ട് വർത്തമാനം പറയാം. ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് ഇരുന്ന് സംസാരിക്കാന്ന് ഓർത്ത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് ഇത് ലൈവിൽ വന്നിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ. പിന്നെ നമ്മുടെ 10 ഐ ആം ഫ്രം ഇന്തോനേഷ്യ. ഹായ് ഹായ് ഫാറൂഖ്. ഇന്തോനേഷ്യ എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മെസ്സേജൊക്കെ വായിക്കുന്നുണ്ട്. പിന്നെ വേറെന്നാ? വീണ്ടും മുട്ടയടിച്ചു? ഇല്ല വീണ്ടും മുട്ടയടി അന്ന് 2 പ്രാവശ്യം ചെയ്തായിരുന്നു. ഒന്ന് പഴനി പോയപ്പോഴത്തേനും ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അടുത്തൊരു ഷോപ്പിൽ പോയി ചെയ്തു. പിന്നെ ചെയ്തില്ല കേട്ടോ. ഇപ്പം അത്യാവശ്യം ഹെയറൊക്കെ കിളുത്ത് വരുന്നുണ്ട്. പിന്നെ ഇച്ചിരി നീളം വെച്ച് താഴോട്ട് ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കില്ല. ഏകദേശം 1 വർഷമൊക്കെ ആകുമെന്നാണ് കേട്ടോ എല്ലാവരും പറയുന്നത്. അപ്പം അത് എനിക്കതിൻ്റെ നമ്മൾ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഇനിയിപ്പം അതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ഇല്ല. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം ഞാനിപ്പം റോസ്മേരി ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. അത് നല്ലതാണോ എന്ന് മൊത്തത്തിലൊരു നമ്മളെന്താ പറയുന്നത് സോഷ്യൽ മീഡിയസിലൊക്കെ ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ ഓരോരുത്തർ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് റോസ്മേരി വാട്ടറിൻ്റെ ഉപയോഗിച്ചിട്ട്. അപ്പം ഞങ്ങളത് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അന്നേരം അത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇപ്പം പ്രത്യേകിച്ച് റിസൾട്ടൊന്നും പറയാറായിട്ടില്ല കേട്ടോ. ഞാൻ ഒരാഴ്ചയൊക്കെ ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറയാം. സബ് ടൈറ്റിൽ ഇടാനായിട്ട് എനിക്കങ്ങനെ അറിയത്തില്ല. വീഡിയോ അങ്ങനെ നോക്കുന്നത് ഞാൻ നോക്കട്ടെ. ഞാൻ ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോന്ന് പഠിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അത് വരുന്ന സമയത്ത് ഞാനത് നോക്കിയിട്ട് പതിയെ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കത് കറക്റ്റായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ അത്ര ക്വാളിറ്റിയോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വേറൊന്നുമല്ല, നമ്മൾ ഒരു കാര്യം ചെയ്ത് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒക്കെ പതിയെ ശരിയായി വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ പതിയെ ശരിയായി വരട്ടെ. അന്നേരം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ലൈവിൽ വന്നപ്പോഴത്തേനും ഇതുപോലെ ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സബ് ടൈറ്റിലിട്ട്. അതേപോലെ എനിക്ക് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാൻ ഇഷ്ടമാണ്, പക്ഷേ ഭാഷ നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ല. അപ്പോൾ സബ് ടൈറ്റിലിട്ട് ചെയ്യാവോ എന്ന്